ഗുഡ് മോർണിംഗ് വീക്ക്ലി ട്രെൻഡ് സെറ്റേഴ്സിലേക്ക് സ്വാഗതം. ദലാൽ സ്ട്രീറ്റിലേക്കുള്ള FIIകളുടെ തിരിച്ചുവരവ് തന്നെയാണ് പല സമ്മർദ്ദങ്ങൾക്കിടയിലും വിപണിയിൽ പ്രതീക്ഷ നൽകുന്നത്. ഈ മാസം വിദേശ സ്ഥാപന നിക്ഷേപകർ 2014.18 കോടി രൂപയുടെ ഓഹരികൾ വാങ്ങി. ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനങ്ങളും അതിന്റെ ആഫ്റ്റർ എഫക്ട്സും നിലകൊള്ളുമ്പോഴും 2025 സാമ്പത്തിക വർഷത്തിൽ 5% നേട്ടം നിഫ്റ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. റെസിപ്രോക്കൽ താരിഫിന് പിന്നാലെ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന വിദേശ നിർമ്മിത കാറുകൾക്ക് 25% നികുതി ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾ ഇന്ത്യൻ ഓട്ടോ കമ്പനികളെയും തളർത്തി. പ്രതിവാരാടിസ്ഥാനത്തിൽ നിഫ്റ്റി 0.72% നേട്ടവും 1.92% നേട്ടം ബാങ്ക് നിഫ്റ്റിയും നൽകിയിട്ടുണ്ട്. PSU ബാങ്ക്, പ്രൈവറ്റ് ബാങ്ക് സൂചികകളാണ് ഏറ്റവും അധികം മുന്നേറ്റം പോയ വാരം നടത്തിയത്. നേട്ടം 2.16% വരെ. തൊട്ടുപിന്നാലെ 1.14% FMCG സെക്ടറും കാഴ്ചവെച്ചു. 4.5% കൂടുതൽ ഇടിഞ്ഞ മീഡിയ സൂചികയാണ് ഏറ്റവും അധികം വീഴ്ചയിലേക്ക് നീങ്ങിയത്. ഫാർമ, ഹെൽത്ത് കെയർ സൂചികകളും 2.36% വരെയും ഇടിഞ്ഞു. താരിഫ് പ്രകാരം ഏറ്റ ഓട്ടോ സൂചികയിൽ 2.12% ഇടിവും പ്രകടമായി. റിയാലിറ്റി, മെറ്റൽ മേഖലകളിലും 1% കൂടുതൽ ഇടിവ് നേരിട്ടു. പുതിയ ഒരു ക്വാർട്ടറിലേക്കാണ് അടുത്ത വാരം ആഗോള വിപണികൾ കടക്കുന്നത്. ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനങ്ങളെ തുടർന്ന് ലോക രാജ്യങ്ങളുടെ ട്രേഡ് ഇക്വേഷൻസ് മാറിമറിയുകയും വിപണികൾ ഒരു റോളർ കോസ്റ്റർ റൈഡിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. സമ്മിശ്രമായ ഡാറ്റകളായിരുന്നു പോയ വാരം US വിപണിയെ സ്വാധീനിച്ചത്. പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ ഡൗ ജോൺസ് 0.96% നഷ്ടവും S&P 500 1.53% ഇടിവുമാണ് റിപ്പോർട്ട് ചെയ്തത്. ടെക് ഓഹരികളിലെ കനത്ത വിൽപ്പനാ സമ്മർദ്ദം നാസ്ഡാക്ക് 100നെയും പ്രതികൂലമായി ബാധിച്ചു. സൂചിക 2.39% ഇടിവ് രേഖപ്പെടുത്തിയാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. പുതിയ ക്വാർട്ടറിൽ ആദ്യം US സൂചികകളെ കാത്തിരിക്കുന്നത് ലേബർ ഡാറ്റകളാണ്. ഏപ്രിൽ 1 വരുന്ന ജോൾസ് ജോബ് ഓപ്പണിംഗ് ഡേറ്റയോടെയാണ് ലേബർ ഡേറ്റകൾക്ക് തുടക്കം കുറിക്കുന്നത്. ഫെബ്രുവരിയിലെ ഡേറ്റകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം അന്ന് തന്നെ എത്തുന്ന നിർമ്മാണ മേഖലയുടെ ISM പബ്ലിഷ് ചെയ്യുന്ന PMI ഡാറ്റകളും വരുന്നുണ്ട്. ഇതും വിപണി ശ്രദ്ധ ആകർഷിക്കും. ഏപ്രിൽ 2 ADP നോൺ ഫാം പേറോൾ ഡാറ്റയും പബ്ലിഷ് ചെയ്യും. നിർമ്മാണ ഇതര മേഖലയുടെ ലേബർ മാർക്കറ്റിന്റെ ട്രെൻഡ് ഇതോടെ മനസ്സിലാക്കാം. തുടർന്ന് ഏപ്രിൽ 3 വിവിധ PMI ഡാറ്റകൾ US വിപണിയെ തേടിയെത്തും. S&P ഗ്ലോബൽ കോമ്പസിറ്റ് PMI, ISM നിർമ്മാണ ഇതര PMI ഡാറ്റകളും എത്തും. ഒപ്പം അന്ന് തന്നെ വരുന്ന സർവീസ് PMI ഡാറ്റകളും വിപണി ശ്രദ്ധ ആകർഷിക്കും. മാർച്ചിലെ ഡേറ്റകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പതിവ് പോലെ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡേറ്റയും പ്രസിദ്ധീകരിക്കും. ഏപ്രിൽ 4 അമേരിക്കയുടെ മാർച്ചിലെ തൊഴിലില്ലായ്മ ഡാറ്റയും അറിയാം. ഫെബ്രുവരിയേക്കാൾ തൊഴിലില്ലായ്മ നിരക്കിൽ നേരിയ വർധന ഉണ്ടാകുമെന്നാണ് അനുമാനം. അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന നോൺ ഫാം പേറോൾസ്, പ്രൈവറ്റ് നോൺ ഫാം പേറോൾസ് എന്നീ ഡേറ്റകളോടെ മാർച്ച് മാസത്തെ അമേരിക്കയുടെ ലേബർ മാർക്കറ്റിന്റെ ഗതി നിക്ഷേപകർക്ക് മനസ്സിലാക്കാം. ട്രംപിന്റെ താരിഫ് നയങ്ങളോട് ലേബർ മാർക്കറ്റ് എത്രത്തോളം റെസിലിയന്റ് ആയി നിന്നു എന്ന് ഈ ഡാറ്റയിൽ നിന്നും വിലയിരുത്താൻ സാധിക്കും. ഫെഡറൽ ചെയർമാൻ ജെറോം പവലിന്റെ പ്രസ്താവനയും വിപണിയുടെ ഗതിയെ മാറ്റിമറിച്ചേക്കാം. യൂറോപ്പിലേക്ക് വരുമ്പോൾ ഭൗമരാഷ്ട്രീയ പ്രതിസന്ധികൾ കാരണം യൂറോപ്യൻ സൂചികകൾക്കും കാര്യമായ മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടില്ല. പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ ഫൂഡ്സെ 100 0.06% നേരിയ നഷ്ടം രേഖപ്പെടുത്തിയപ്പോൾ ഡാക്സ് സൂചിക കനത്ത വിൽപ്പനാ സമ്മർദ്ദം നേരിട്ട് 1.88% നഷ്ടവും CAC 40 1.75% ഇടിവിലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രധാന സമ്പദ് വ്യവസ്ഥകളുടെ PMI ഡാറ്റകളോടായിരിക്കും യൂറോപ്യൻ സൂചികകൾ ആദ്യം പ്രതികരിക്കുക. മാർച്ച് 31 ജർമ്മനിയുടെ റീറ്റെയിൽ സെയിൽസ് ഡാറ്റകളും CPI ഡാറ്റയും അറിയാൻ സാധിക്കും. യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായ ജർമ്മനിയുടെ ഇൻഫ്ലേഷന്റെ ഗതി ഈ ഡാറ്റകളിലൂടെ വിപണികൾക്ക് വ്യക്തമാകും. തുടർന്ന് ഏപ്രിൽ 1 ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി, യൂറോസോൺ എന്നിവയുടെ നിർമ്മാണ മേഖലയുടെ PMI കണക്കുകൾ പ്രസിദ്ധീകരിക്കും. ഫെബ്രുവരി മാസത്തെക്കാളും മെച്ചപ്പെട്ട പ്രകടനം മാർച്ചിൽ കാഴ്ചവെക്കാൻ യൂറോപ്പിലെ നിർമ്മാണ മേഖലയ്ക്ക് സാധിക്കുമെന്നാണ് ഇപ്പോഴുള്ള അനുമാനം. അന്നേ ദിവസം തന്നെ യൂറോസോണിന്റെ CPI കണക്കുകളും ഒപ്പം തൊഴിലില്ലായ്മ നിരക്കും അറിയാൻ സാധിക്കും. ഏപ്രിൽ 3 ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ, യൂറോസോൺ എന്നിവയുടെ സർവീസ് PMI ഡാറ്റയും യൂറോസോൺ, ബ്രിട്ടൻ എന്നിവയുടെ കോമ്പസിറ്റ് PMI ഡാറ്റകളും എത്തും. സർവീസ് മേഖലയും കഴിഞ്ഞ മാസത്തേക്കാൾ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് അനലിസ്റ്റുകളുടെ അനുമാനം. സമ്മിശ്രമായ പ്രകടനമായിരുന്നു പോയ വാരം ഏഷ്യയിലെ പ്രധാന ഇക്കണോമികളിൽ ഉണ്ടായത്.
ആഴ്ചയുടെ അവസാനം ജാപ്പനീസ് സൂചികയായ നിക്കേ 225 കനത്ത വിൽപ്പനാ സമ്മർദ്ദമാണ് നേരിട്ടത്. ഇതിനെ തുടർന്ന് വീക്ക്ലി ബേസിസിൽ 3.5% ഇടിവ് റിപ്പോർട്ട് ചെയ്തു. ചൈനീസ് സൂചികയായ ഷാങ്ഹായ് കോമ്പോസൈറ്റ് 0.66% ഇടിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാർച്ച് 30 വന്ന ചൈനയുടെ നിർമ്മാണ ഇതര കോമ്പോസൈറ്റ് PMI കണക്കുകളോടായിരിക്കും അടുത്തയാഴ്ച ആദ്യം ഏഷ്യൻ സൂചികകൾ റിയാക്ട് ചെയ്യുക. ചൈന സ്റ്റേബിളായ നിലയിലേക്ക് എത്തുന്നു എന്നാണ് വിപണി വിദഗ്ധരുടെ അനുമാനം. ഈ അനുമാനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഡേറ്റകളാണ് വരുന്നതെങ്കിൽ ഏഷ്യൻ സൂചികകളിൽ വീണ്ടും ബുൾസിന്റെ തിരിച്ചുവരവ് പ്രതീക്ഷിക്കാം. മാർച്ച് 31 ചൈനയുടെ സെയ്ജിൻ നിർമ്മാണ PMI കണക്കുകൾ കൂടി വരുന്നതോടെ ചൈനീസ് നിർമ്മാണ സെക്ടറിന്റെ യഥാർത്ഥ ചിത്രം നിക്ഷേപകർക്ക് മുന്നിൽ തെളിയും. ഏപ്രിൽ 2 സെയ്ജിൻ സർവീസ് PMI ഡാറ്റയും ജപ്പാന്റെ സർവീസ് PMI കൂടി വരുന്നതോടെ ഏഷ്യയിലെ സർവീസ് രംഗത്തെ വളർച്ച വിപണിക്ക് വിലയിരുത്താം. കമോഡിറ്റി മാർക്കറ്റിൽ പോയ വാരം നേട്ടമാണ് കാണാൻ സാധിച്ചത്. ബ്രന്റ് ക്രൂഡ് വാരാന്ത്യത്തിൽ 0.92% നേട്ടത്തിൽ ബാരൽ $72.2 വ്യാപാരം അവസാനിപ്പിച്ചത്. സമാനമായി WTI ക്രൂഡ് പ്രതിവാരാടിസ്ഥാനത്തിൽ 0.91% നേട്ടത്തിൽ ബാരലിന് $68.63 എന്ന നിലയിലും വ്യാപാരം അവസാനിപ്പിച്ചു. വെനസ്വേലൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് US തീരുവ ചുമത്തിയതും ഇറാനിയൻ എണ്ണ വ്യാപാരത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതും എണ്ണവില ഉയരാൻ കാരണമായി. ടെക്നിക്കൽ സൈഡിൽ ബ്രന്റ് ക്രൂഡിന്റെ ആദ്യ സപ്പോർട്ട് $72.79 തുടർന്ന് $72.24 എപ്സൈഡിലേക്ക് വരുമ്പോൾ $73.63 റെസിസ്റ്റൻസ്. ഇത് മറികടക്കാൻ സാധിച്ചാൽ $73.92 റെസിസ്റ്റൻസായി ആക്ട് ചെയ്യും. ഫിബനാച്ചി റീട്രേസ്മെന്റ് ലെവലുകൾ അനുസരിച്ച് WTI ക്രൂഡിന്റെ ആദ്യ സപ്പോർട്ട് $69.35 തുടർന്ന് $69.14 $68.82 സപ്പോർട്ട് പരിഗണിക്കാവുന്നതാണ്. മറുവശത്ത് $69.99 ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ഒരു ലെവൽ മറികടക്കാൻ സാധിച്ചാൽ $70.2 തുടർന്ന് $70.52 ലെവലുകളിലും റെസിസ്റ്റൻസായി ആക്ട് ചെയ്യും. സ്വർണ്ണവില പ്രതിവാരാടിസ്ഥാനത്തിൽ 2.04% നേട്ടത്തിൽ ട്രോയ് ഔൺസിന് $3084.3 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണത്തിന്റെ വില എക്കാലത്തെയും ഉയർന്ന നിരക്കായ 3086.9 പോയ വാരം എത്തിയിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങിവെച്ച ആഗോള വ്യാപാര സംഘർഷങ്ങൾ കുറയാത്തതും നിക്ഷേപകർക്ക് സുരക്ഷിതമായ ആസ്തികളിലേക്ക് താൽപര്യം കൂടുന്നതിനാലുമാണ് സ്വർണ്ണവിലയിൽ ഉയർച്ച കണ്ടുകൊണ്ടിരിക്കുന്നത്. ടെക്നിക്കൽ സൈഡിൽ ഗോൾഡിന്റെ ആദ്യ സപ്പോർട്ട് $3028.9 തുടർന്ന് $3001.8 $3071.4 ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ഒരു ലെവൽ മറികടക്കാൻ സാധിച്ചാൽ $3086.8 റെസിസ്റ്റൻസായി ആക്ട് ചെയ്യും. ഇന്ത്യൻ രൂപ പ്രതിവാരാടിസ്ഥാനത്തിൽ ഇടിവാണ് രേഖപ്പെടുത്തിയത്. വാരാന്ത്യത്തിൽ 0.53% ഇടിവിൽ 85.5 എന്ന ലെവലിലാണ് രൂപ വ്യാപാരം അവസാനിപ്പിച്ചത്. 85.82 എന്ന നിലയിലാണ് വരും ആഴ്ചയിൽ രൂപയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഉള്ളത്. തുടർന്ന് 86 രൂപ എന്ന ലെവലും സപ്പോർട്ടായി കണക്കാക്കാം. മറുവശത്ത് 85.5 എന്ന ലെവലിൽ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. 85.4 എന്ന ലെവലും അടുത്ത റെസിസ്റ്റൻസായി ആക്ട് ചെയ്യും. FIAയുടെ ഭാഗത്തു നിന്നും പോയ വാരം നെറ്റ് ബൈയിങ് ആണ് ഉണ്ടായത്. വിദേശ നിക്ഷേപകർ 17,426.31 കോടിയുടെ അറ്റ വാങ്ങൽ നടത്തിയപ്പോൾ DIAകൾ 6,797.49 കോടിയുടെ അറ്റ വിൽപ്പനയും നടത്തി. മാർച്ചിൽ ഇതുവരെ FIAയുടെ ഭാഗത്തു നിന്നും 2,014 കോടിയുടെ വാങ്ങലും DIAയുടെ ഭാഗത്തു നിന്നും 37,586 കോടിയുടെ നിക്ഷേപവുമായിരുന്നു രേഖപ്പെടുത്തിയത്. മാക്രോ തലത്തിൽ S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് സർവീസ് PMI കണക്കുകൾ തന്നെയായിരുന്നു നിർണായകം. മാനുഫാക്ചറിംഗ് പർച്ചേസിംഗ് മാനേജേഴ്സ് സൂചിക മാർച്ചിൽ മുൻ മാസത്തെ 56.3 നിന്ന് 57.6 മെച്ചപ്പെട്ടു. അതേസമയം സർവീസ് സെക്ടർ ഫെബ്രുവരിയിൽ 59 നിന്ന് 57.7 കുറയുകയാണ് ചെയ്തത്. പക്ഷേ അപ്പോഴും ലോങ് ടേം ആവറേജ് ആയ 54.7 വളരെ മുകളിലാണ് സൂചിക നിലകൊള്ളുന്നതും. ഉൽപാദനത്തിനും സേവനങ്ങൾക്കുമുള്ള ഇന്റർനാഷണൽ ഡിമാൻഡ് മന്ദഗതിയിലായാണ് നിലകൊള്ളുന്നത്. എക്സ്പാൻഷൻ ആകട്ടെ 3 മാസത്തിനിടയിലെ ഏറ്റവും സ്ലോവസ്റ്റ് പേസിലുമാണുള്ളതും. ഇതിനു പുറമെ ധനക്കമ്മി കണക്കുകളും പോയ വാരം റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യയുടെ കറന്റ് അക്കൗണ്ട് കമ്മി 2025 സാമ്പത്തിക വർഷത്തെ 3ാം പാദത്തിൽ പ്രതീക്ഷിച്ചതിലും താഴെയായി $11.5 ബില്യൺ.
അതായത് മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 1.1%. രണ്ടാം പാദത്തിലെ ഡെഫിസിറ്റ് $16.7 ബില്യൺ നിന്ന്, അതായത് GDPയുടെ 1.8% നിന്ന് കുറഞ്ഞു. 2025 സാമ്പത്തിക വർഷത്തെ മൂന്നാം പാദത്തിൽ നെറ്റ് സർവീസ് റെസിപ്റ്റ് $45 ബില്യൺ നിന്ന് $51.2 ബില്യൺ ആയി വർദ്ധിച്ചു. കമ്പ്യൂട്ടർ സേവനങ്ങൾ, ബിസിനസ്, യാത്രാ സേവനങ്ങൾ, ഗതാഗത സേവനങ്ങൾ തുടങ്ങിയ പ്രധാന വിഭാഗങ്ങളിലുടനീളം സേവന കയറ്റുമതി വർഷം തോറും വർദ്ധിച്ചതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു. വരുന്ന വാരത്തിൽ മാർച്ച് 31 ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട് കണക്കുകളാണ് വരുന്നത്. 8 മേഖലകളിലെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയും രാജ്യത്തിന്റെ വ്യാവസായിക ഉൽപാദനത്തിന്റെ 40% സംഭാവനയും ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട് ഫെബ്രുവരിയിൽ വാർഷികാടിസ്ഥാനത്തിൽ 2.9% വളർച്ച കൈവരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വരുന്ന കണക്കുകളിൽ തുടർന്നുമുള്ള ഒരു മുന്നേറ്റമാണ് മേഖല പ്രതീക്ഷിക്കുന്നത്. കൂടാതെ അന്ന് തന്നെ ട്രേഡ് ബാലൻസ് കണക്കുകളും ഫോറിൻ ഡെറ്റ് ഡാറ്റയും റിലീസ് ചെയ്യും. തുടർന്ന് ഏപ്രിൽ 2 നിക്കെ S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് കണക്കുകൾ വരുന്നത്. 56.3 നിന്നും ഇത്തവണ PMI 57.6 മെച്ചപ്പെടുമെന്നുള്ള പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട്. ഏപ്രിൽ 4 റിപ്പോർട്ട് ചെയ്യുന്ന നിക്കെ സർവീസ് PMI കണക്കുകളിൽ മേഖലയിലെ മന്ദഗതിയിലുള്ള വളർച്ച നിലനിൽക്കുന്നതിനാൽ നേരിയ ഇടിവാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഇതിനൊക്കെ പുറമെ ഏപ്രിൽ ആദ്യം മന്ത്ലി ഓട്ടോ സെയിൽസ് റിപ്പോർട്ടുകളും പുറത്തുവരും. മാർച്ചിൽ ഇരുചക്ര വാഹനങ്ങൾക്കും പാസഞ്ചർ വാഹനങ്ങൾക്കും വിൽപ്പന പോസിറ്റീവായി തുടരുമെന്നുള്ള പ്രതീക്ഷയാണ് നിലനിൽക്കുന്നത്. അതേസമയം കൊമേഴ്ഷ്യൽ വെഹിക്കിൾ വിൽപ്പന കുറയാൻ സാധ്യതയുണ്ടെന്നും നുവാമ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. മാർച്ചിൽ എല്ലാ സെഗ്മെന്റുകളിലും മൊത്ത വ്യാപാര വളർച്ച പോസിറ്റീവായിരിക്കുമെന്നുള്ള റിപ്പോർട്ട് ഓട്ടോ മേഖലയിലും പ്രതിഫലിച്ചേക്കാം. തുടർന്ന് ആഴ്ചയിലെ അവസാന ദിനം ഫോറക്സ് കണക്കുകളും എത്തും. മാർച്ച് 21 അവസാനിച്ച ആഴ്ചയിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം തുടർച്ചയായ മൂന്നാം ആഴ്ചയും $4.5 ബില്യൺ ഉയർന്ന് 4 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ $658.8 ബില്യൺ മുൻ 2 ആഴ്ചയ്ക്കുള്ളിൽ രാജ്യത്തിന്റെ വിദേശ നാണ്യ കരുതൽ ശേഖരം മൊത്തം $15.6 ബില്യൺ വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ വരുന്ന ആഴ്ചയിലും കണക്കുകളിലുള്ള മുന്നേറ്റം തുടരുമോ എന്നതും വിപണി നിരീക്ഷിക്കും. കഴിഞ്ഞ ആഴ്ച വളരെ സ്ട്രോങ് ആയ ബുള്ളിഷ് റാലിക്ക് ശേഷം ഒരു ബ്രേക്ക് മോഡലിലുള്ള മാർക്കറ്റിനെയാണ് കാണാൻ സാധിച്ചത്. നിഫ്റ്റി 50 സൂചികയുടെ ട്രെൻഡ് ഓവറോൾ പോസിറ്റീവ് ആണെങ്കിൽ പോലും അടുത്തയാഴ്ച ട്രംപ് ഭരണകൂടം താരിഫ് പ്രഖ്യാപനങ്ങൾ നടത്താനിരിക്കെ ഇൻവെസ്റ്റേഴ്സ് കോഷ്യസ് ആയിരിക്കണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. സൂചിക നേരിയ ഇടിവോടെയാണ് ആഴ്ചയിലെ അവസാന ദിനം ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി എല്ലാ മൂവിംഗ് ആവറേജുകളുടെയും മുകളിലാണ് ഉള്ളതെന്നും വിദഗ്ധർ പറഞ്ഞു വയ്ക്കുന്നു. വീക്ക്ലി ബേസിസിൽ ഒരു ഗ്രേവ് സ്റ്റോൺ ഡോജി പാറ്റേൺ ഫോം ചെയ്തത് വിപണിയിലെ അനിശ്ചിതത്വത്തെ സൂചിപ്പിക്കുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. നിഫ്റ്റി 23,500 സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 23,750 മുതൽ 23,900 എന്ന റേഞ്ച് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയും 23,400 മുതൽ 23,200 എന്ന ലെവലുകൾ സപ്പോർട്ടായി പരിഗണിക്കാമെന്നും മോത്തിലാൽ ഓസ്വാൾഡ് റിസർച്ച് ഹെഡായ ചന്ദൻ തപ്പാരിയ പറയുന്നു. കോട്ടക് സെക്യൂരിറ്റീസ് അനലിസ്റ്റായ അമോൽ അഥാവാല പറയുന്നത് ഹയർ ലെവലുകളിൽ മാർക്കറ്റ് സെല്ലിംഗ് പ്രഷർ നേരിടുന്നു എന്നാണ്. പക്ഷേ ഷോർട്ട് ടേം ട്രെൻഡ് ഇപ്പോഴും പോസിറ്റീവ് ആണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം ഓപ്ഷൻ ഡാറ്റ സൂചിപ്പിക്കുന്നത് നിഫ്റ്റി 23,000 മുതൽ 24,000 എന്ന റേഞ്ചിനുള്ളിൽ ഷോർട്ട് ടേം കൺസോളിഡേഷൻ നടത്തിയേക്കാമെന്നാണ്. SBI സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുമാർ പറയുന്നത് നിഫ്റ്റിയിൽ കൺസോളിഡേഷൻ തുടരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ്. അപ്സൈഡിൽ 23,720 മുതൽ 23,750 ഇപ്പോഴും ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണെന്നും ഡൗൺ സൈഡിൽ 23,400 മുതൽ 23,350 ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി കൺസിഡർ ചെയ്യാമെന്നും അവർ കൂട്ടിച്ചേർത്തു. വെള്ളിയാഴ്ച ബാങ്ക് നിഫ്റ്റി ഒരു നെഗറ്റീവ് ബയസോടെയാണ് ക്ലോസ് ചെയ്തതെങ്കിലും സൂചികയുടെ സ്ട്രക്ചർ ഇപ്പോഴും ബുൾസിന് അനുകൂലമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. ലക്ഷ്മിശ്രീ ഇൻവെസ്റ്റ്മെന്റിലെ അനലിസ്റ്റായ അൻഷുൽ ജെയിൻ പറയുന്നത് സൂചിക അടുത്ത 3-4 സെഷനുകളിൽ 52,000 മുതൽ 51,000 എന്ന റേഞ്ചിനുള്ളിൽ കൺസോളിഡേഷൻ നേരിട്ടേക്കാമെന്നാണ്. അതുകൊണ്ട് 51,000 മുതൽ 50,800 എന്ന ലെവലുകൾ സപ്പോർട്ടായും 52,000 മുതൽ 52,200 റെസിസ്റ്റൻസ് ആയി പരിഗണിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഈദ് പ്രമാണിച്ച് തിങ്കളാഴ്ച ആഭ്യന്തര വിപണിക്ക് അവധിയായതിനാൽ 4 ട്രേഡിംഗ് ദിനങ്ങളുള്ള ആഴ്ചയിലേക്കാണ് വിപണി കടക്കുന്നത്. ഏപ്രിൽ 2 ട്രംപിന്റെ താരിഫ് നടപടികൾക്ക് പിന്നാലെ വിപണി എത്തരത്തിലാകും പ്രതികരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും നിർണായകം. ഇതിനു പിന്നാലെ കമ്പനികളുടെ 4ാം പാദഫലങ്ങളും വരാനിരിക്കുകയുമാണ്. പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ കരുത്തോടെ വിപണി പെർഫോം ചെയ്യുമെന്നുള്ള പ്രതീക്ഷ നിലനിൽക്കുന്നു. 23,500 എന്ന ലെവൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്താൽ
ബുൾസിന്റെ ആധിപത്യം ഉണ്ടായേക്കാം. മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും എക്സ്പേർട്ട് ഒപ്പീനിയനും ഒക്കെയായിട്ട് ചൊവ്വാഴ്ച രാവിലെ 8:30 മാർക്കറ്റ് പ്ലസിൽ കാണാം. നന്ദി, നമസ്കാരം.